പ്രിയപ്പെട്ടവരെ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകള് മാസങ്ങളെ പ്രിയപ്പെട്ട റീമിന്റെ മോചനത്തിനു വേണ്ടിയുള്ള തുക നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലും യാചനയിലുമായിരുന്നു നമ്മളെല്ലാവരും. അതിന്റെ ഫലമായി നമുക്ക് ആ തുക കണ്ടെത്തുവാൻ സാധിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കണ്ണീരൊപ്പുവാൻ ഇനിയും കുറച്ച് കടമ്പകൾ കടക്കുവാനുണ്ട്. എല്ലാവരുടെയും മനുഷ്യത്വം മരിച്ചു പോവാത്ത മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമുക്കത് ചെയ്യുവാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഇന്ന് നമ്മുടെ സമൂഹത്തിനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തുക കണ്ടെത്തുന്നതിനു വേണ്ടി അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരു വലിയൊരു മനുഷ്യനുണ്ട്, ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ. പറയാതെ വയ്യ, ഈ കഴിഞ്ഞ 2024 ന്യൂ ഇയറിന് അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഞാൻ വയനാട്ടിൽ. ആ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ തേയിലത്തോട്ടത്തിലുള്ള വലിയൊരു പരിപാടിയിൽ ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സഹായം നൽകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അവിടുത്തെ MLA ആയിട്ടുള്ള ടി സിദ്ദിഖ്, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ മേഖലയുള്ള ആളുകൾ, സാമൂഹിക മേഖലയുള്ള ആളുകൾ ഒക്കെ അവിടെ സംഗമിച്ചിരുന്നു. അവിടുത്തെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഒക്കെ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ റിമി ടോമിയുടെ ഗാനമേള, അതുപോലെ തന്നെ DJ ഒക്കെ സെറ്റ് ചെയ്തത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഒരു ഫീ പോലും ഏർപ്പെടുത്താതെ സാധാരണക്കാർ അവിടത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇങ്ങനെ സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്ന് സാധാരണക്കാരനെ സ്നേഹിച്ചു കൊണ്ട് പോകുന്ന ആ ബോച്ചെ എന്ന വലിയ മനുഷ്യനെ നമ്മൾ കാണണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒട്ടനവധി കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരുമായിട്ടുള്ള ആളുകളുണ്ട്. ഇതുപോലെ പ്രതിസന്ധിയും പ്രയാസവും വരുമ്പോൾ ഒരു സാധാരണക്കാരന് കൈത്താങ്ങുന്ന എത്ര പേരുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം.